തഴവ ആദിത്യവിലാസം ഗവൺമെന്റ് ഹൈസ്കൂളിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. ഓണസദ്യയും ഒരുക്കി. വിവിധ കലാപരിപാടികളും നടന്നു. തഴവ ആദിത്യവിലാസം ഗവൺമെന്റ് ഹൈസ്കൂളിലാണ് ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത്. ഇതോടനുബന്ധിച്ച് ഓണസദ്യയും പൂക്കള മത്സരവും വിവിധ കലാപരിപാടികളും അരങ്ങേറി. ഓണാഘോഷത്തിന്റെ ഉദ്ഘാടനം പ്രഥമാധ്യാപകൻ സുരേഷ് കുമാർ നിർവഹിച്ചു. ഓണസദ്യയും അനുബന്ധ പരിപാടികളും CR മഹേഷ് MLA ഉദ്ഘാടനം ചെയ്തു. ഞാൻ അഭിനന്ദിക്കുകയാണ്. കാരണം 1600 കുട്ടികളാണ് ഈ സ്കൂളിൽ പഠിക്കുന്നത്. ഈ 1600 കുട്ടികൾക്കും അധ്യാപകർക്കും അനധ്യാപകർക്കും ചുവട്ടത്തുള്ള മുഴുവൻ പേർക്കും വളരെ വിഭവസമൃദ്ധമായ ഓണസദ്യ അത് ഒരു സർക്കാർ സ്കൂളിലാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇവിടുത്തെ അധ്യാപകർ ഭയങ്കരമായ കഷ്ടപ്പാടിലായിരുന്നു. ഇത്രയും പേർക്ക് ഒരു വലിയ ഭാരിച്ച ചെലവ്, പിന്നെ ഇതിൻ്റെ ഒരു പേരുദോഷവും മറ്റിതും ഇല്ലാതെ എടുക്കുക എന്നുള്ളത് അധ്യാപകരും രക്ഷകർത്താക്കളും HMന്റെ നേതൃത്വത്തിൽ വളരെ ആത്മാർത്ഥമായ ഒരു പരിശ്രമം നടന്നു. അതിൻ്റെ ഒരു റിസൾട്ടാണ് വളരെ വിഭവസമൃദ്ധമായ ഒരു സർക്കാർ സ്കൂളിൽ ഇത്രയും ഭംഗിയായി ഓണം ആഘോഷിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനിലസ് കല്ലേലി ഭാഗം, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുധീർ കാരിക്കൽ, പഞ്ചായത്ത് അംഗം സുശീലാമ തുടങ്ങിയവർ പങ്കെടുത്തു. PTA പ്രസിഡന്റ് അബ്ദുൾ സമദ്, SMS ചെയർമാൻ വിജേഷ്, സന്തോഷ്, ബിസ്മി, രാജേഷ്, സിന്ധു അശോക, റെജിയസ് തഴവ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഓണാഘോഷം നടത്തുന്നതിന് നേതൃത്വം വഹിച്ച PTA, SMC, മാതൃസമിതി, അധ്യാപകർ, അനധ്യാപകർ എല്ലാവരുടെയും കൂട്ടായ പരിശ്രമം മൂലമാണ് ഇത്രയും കുട്ടികൾക്ക്, അതാണ് 1650ഓളം കുട്ടികൾക്ക് വിഭവസമൃദ്ധമായ 2 പായസം ഉൾപ്പെടെയുള്ള MPയുടെ സദ്യ നൽകിയത്. അതുപോലെ ഓണാഘോഷം, അത്തപ്പൂക്കള മത്സരം എല്ലാം നടന്നു. നമ്മുടെ ബഹുമാനപ്പെട്ട MLAയും ജില്ലാ പഞ്ചായത്ത് മെമ്പറും അതുപോലെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും വാർഡ് മെമ്പറും എല്ലാവരും പങ്കെടുത്തത് ഞങ്ങൾക്ക് ഏറെ സന്തോഷം നൽകുന്ന കാര്യമാണ്. KVHSലെ എല്ലാ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഹൃദ്യമായ ഓണം ആശംസിക്കുന്നു. PTA അംഗങ്ങളും എല്ലാവരുടെയും കഠിന പ്രയത്നത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ സദ്യ ഇന്ന് ഇത്രയും ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്യാൻ കഴിഞ്ഞത്. അതിന് സാന്നിധ്യമാകാൻ MLAയും ബ്ലോക്ക് മെമ്പറും എല്ലാവരും എത്തിയിട്ടുണ്ട്. വളരെ സന്തോഷം. എല്ലാ PTA അംഗങ്ങൾക്കും ടീച്ചേഴ്സിനും എല്ലാവർക്കും ഓണാശംസകൾ. ന്യൂസ് ബ്യൂറോ, തഴവ.